നമുക്കിന്ന് കൈച്ചപ്പാത്തി തയ്യാറാക്കി നോക്കിയാലോ. അതിനായിട്ട് 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് നുറുക്കിയത് കൂടി ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും നമ്മൾ വെള്ളവും ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാം. ഞാൻ കുഴച്ച് എടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ കൂടി തടവി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഉരുളകളും എടുത്ത് നമ്മുടെ കയ്യിലേക്ക് വെച്ച് തന്നെയാണ് നമ്മൾ പ്രസ് ചെയ്തെടുക്കുന്നത്. നമ്മൾ ഇതിനായിട്ട് ചപ്പാത്തി പലക ഉപയോഗിക്കുന്നില്ല. ഇനി നമുക്കൊരു ദോശത്തട്ട് അടുപ്പിൽ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് നമുക്ക് ഓരോന്നും ഇതുപോലെ പരത്തിയിട്ട് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് അപ്പുറവും ഇപ്പുറവും മുരിയുന്നതനുസരിച്ച് നമുക്ക് തിരിച്ചു മറിച്ചും ഇട്ടിട്ട് വേവിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇത് നമുക്ക് എന്തെങ്കിലും കറികളുടെ കൂടെയും കഴിക്കാം. അല്ലാതെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാലിൻ്റെ കൂടെയാണ് നമ്മളിത് സെർവ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ ചപ്പാത്തിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം.